കുറുങ്ങുമായവൻ കാൽക്കൽ വന്നു കാത്തിരുന്നു ഞാൻ. തൃക്കരങ്ങൾ നീട്ടി ഞങ്ങളെ നിത്യമായ അനുഗ്രഹിക്കണേ. നിന്റെ ആഗ്രഹത്തിനൊത്തപ്പോ എൻ പ്രവൃത്തികൾ സമസ്തവും നിർവഹിച്ച നിത്യഭാഗ്യവും കൈവരിക്കുവാൻ കഴിവൻ സർവശക്തനായ ദൈവമേ. കൈവണങ്ങിടുന്നിതങ്ങയെ നിങ്ങളെന്റെ നന്മകൾക്കു ഞാൻ നന്ദി ചൊല്ലി വാഴ്ത്തിടുന്നേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദുഃഖിതരെയും പീഡിതരെയും ആശ്വസിപ്പിക്കുവാൻ അയക്കപ്പെട്ട കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അനുദപിക്കുന്ന പാപികൾക്ക് പാപമോചനം നൽകുവാൻ ആഗതനായ ക്രിസ്തുവെ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനും ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നവനും ദൈവനന്മയിൽ സമ്പന്നനുമായ വിശുദ്ധ അന്തോണീസിനെ ഞങ്ങൾക്കെന്നും സഹായം അരുളുന്ന മധ്യസ്ഥനായി അങ്ങ് നൽകിയല്ലോ. തിരുസഭയുടെ പണ്ഡിതനും ആധ്യാത്മിക ഗുരുവുമായ ഈ വിശുദ്ധന്റെ യോഗ്യതകൾ വഴി ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ കേൾക്കണമേ എന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. അറിയിപ്പുകൾ. ഈ ദേവാലയത്തിൽ ലഭിക്കുന്ന പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5:30 വരെ ആന്റോണിയൻ ഹാളിൽ പ്രത്യേക മധ്യസ്ഥ പ്രാർത്ഥന നടത്തപ്പെടുന്നു. പ്രാർത്ഥനാ നിയോഗങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി എഴുതി വയ്ക്കുവാൻ താൽപ്പര്യമുള്ളവർ മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പുമായി ബന്ധപ്പെടുക. ദൈവാലയത്തിലും ദൈവാലയ പരിസരങ്ങളിലും ദയവ് ചെയ്ത് ഭിക്ഷാടനം പ്രോത്സാഹിപ്പിക്കരുത്. നിങ്ങളുടെ വെളിവെടിപ്പുള്ള ആഭരണങ്ങളും മറ്റ് വസ്തുക്കളും പ്രത്യേകം സൂക്ഷിക്കണം. ദൈവാലയത്തിന് സമീപമുള്ള സെയിന്റ് ആന്റണീസ് റോഡിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. തീർത്ഥാടന കേന്ദ്രത്തിന് മുൻപിലുള്ള വിശുദ്ധന്റെ കപ്പേളയിൽ തിരുവഴിപാട് നടത്തുന്നവർ തിരിയുടെ കൂടുകൾ വേസ്റ്റ് ബോക്സിൽ നിക്ഷേപിക്കുക. പാർക്കിംഗ് ഏരിയയിൽ സെക്യൂരിറ്റിയുടെയും റോഡ് മുറിച്ചു കടക്കുമ്പോൾ ട്രാഫിക് പോലീസിന്റെയും നിർദ്ദേശങ്ങൾ കർശനമായും പാലിക്കുക. നേർച്ച വസ്തുക്കൾ താഴെ വീഴാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ദൈവാലയത്തിനകത്തും ആരാധന ചാപ്പലിലും ദയവ് ചെയ്ത് മൊബൈൽ ഫോൺ ആരും ഉപയോഗിക്കരുത്. ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാൾ ഫെബ്രുവരി 26, 27, 28 തീയതികളിൽ സാഘോഷം കൊണ്ടാടുന്നു. അനുഗ്രഹ നവനാൾ നൊവേന ഫെബ്രുവരി 17 ആരംഭിച്ച് 25 സമാപിക്കുന്നു. തിരുനാൾ തിരുക്കർമ്മങ്ങളിലേക്കും നൊവേന പ്രാർത്ഥനയിലേക്കും എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഉപകാര സ്മരണകൾ. രോഗശാന്തി ലഭിച്ചതിന് 311, ജോലി ലഭിച്ചതിന് 81, വിവാഹം മംഗളകരമായി നടന്നതിന് 80, കാണാതെ പോയത് കണ്ടുകിട്ടിയതിന് 113, കുടുംബസമാധാനം ലഭിച്ചതിന് 48, വഴക്ക് മാറിയതിന് 39, ധനസഹായം ലഭിച്ചതിന് 181, പുരപണി പൂർത്തിയായതിന് 48, പരീക്ഷയിൽ ജയിച്ചതിന് 381, സ്വഭാവദൂഷ്യം മാറിയതിന് 26, കേസിൽ ജയിച്ചതിന് 48, സുഖപ്രസവം നടന്നതിന് 41, ആദ്യമായി ഒരു കുഞ്ഞിന് ലഭിച്ചതിന് 53, മദ്യപാനം മാറിയതിന് 44, വിഷമഘട്ടത്തിൽ സഹായം ലഭിച്ചതിന് 189, ഉദ്ദിഷ്ടകാര്യം സാധിച്ചതിന് 381. കൃതജ്ഞത. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത വിശുദ്ധ അന്തോണീസെ, അങ്ങേക്ക് 1000 നന്ദി. ഞാൻ ഒരു ഹിന്ദു കുടുംബത്തിലെ അംഗമാണ്. കഴിഞ്ഞ 8 വർഷമായി എല്ലാ ചൊവ്വാഴ്ചകളിലും ഈ ദേവാലയത്തിൽ വരികയും നൊവേനയിൽ സംബന്ധിക്കുകയും ചെയ്യുന്നു. ചെറുതും വലുതുമായി നിരവധി അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും അന്തോണീസ് പുണ്യവാളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. എൻ്റെ മകളുടെ വിവാഹം നടക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായി വിവാഹം വളരെ ഭംഗിയായിട്ട് നടന്നു. പക്ഷെ വിവാഹം കഴിഞ്ഞ് ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ
ഞാനൊരു സത്യം മനസ്സിലാക്കി. അവളുടെ ഭർത്താവ് ഒരു മുഴു മദ്യപാനിയാണ് എന്ന്. പോലീസുകാരനായ അയാൾ ലീവെടുത്ത് കുടിച്ചുകൊണ്ടേയിരിക്കും. കുടിച്ച് ബോധം നഷ്ടപ്പെടുമ്പോൾ കിടന്നുറങ്ങും. ഉണരുമ്പോൾ വീണ്ടും തുടങ്ങും. വീട്ടിലെ കാര്യങ്ങളിലൊന്നും യാതൊരു ശ്രദ്ധയും ഇല്ലായിരുന്നു. ആദ്യമൊന്നും ഉപദ്രവിക്കുകയില്ലായിരുന്നു. എന്നാൽ പിന്നീട് ദേഹോപദ്രവം തുടങ്ങി. മകൾ പറയുന്ന കാര്യങ്ങൾ പലതും കേട്ട് ഞാൻ തരിച്ചു പോയിട്ടുണ്ട്. എന്റെ സ്വസ്ഥത ഇല്ലാതായി. എങ്കിലും ഈ കാര്യമൊന്നും എന്റെ ഭർത്താവിനോട് പോലും പറയാതെ ഞാൻ എല്ലാ ചൊവ്വാഴ്ചകളിലും ഇവിടെ വന്ന് പുണ്യവാളിനോട് എന്റെ വിഷമങ്ങൾ പറയുമായിരുന്നു. അവന്റെ മദ്യപാനശീലം മാറ്റി നല്ലൊരു ഭർത്താവായി നൽകണമേ എന്ന് അപേക്ഷിച്ചു. ഈ ആവശ്യം സമർപ്പിച്ച് 9 ആഴ്ച നൊവേന കൂടി പ്രാർത്ഥിച്ചെങ്കിലും ഫലമുണ്ടായില്ല. എങ്കിലും വിശ്വാസം കൈവിടാതെ തുടർന്നുള്ള ആഴ്ചകളിലും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പെട്ടെന്നൊരു ദിവസം രാത്രി എന്റെ മകളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു ഫോൺ കോൾ വന്നു. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഞാനും ഭർത്താവും ഞെട്ടിപ്പോയി. അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചതായിരുന്നു. ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന അവളെ വീണ്ടും ഒരു പരീക്ഷണത്തിലേക്ക് വിടാതെ ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ബന്ധം വേർപെടുത്താനും തീരുമാനിച്ചു. അപ്പോഴും അങ്ങനെയൊന്നും സംഭവിക്കരുത് എന്നായിരുന്നു ഞാൻ പുണ്യവാളിനോട് പ്രാർത്ഥിച്ചത്. അതിന്റെ ഫലമായി ഒരു ദിവസം മരുമകൻ വീട്ടിൽ വരികയും ഇനി ഒരിക്കലും കൊടുക്കുകയില്ല എന്നും മകൾ ഇല്ലാതെ ജീവിക്കുവാൻ സാധിക്കുകയില്ലെന്നും പറഞ്ഞു. ആദ്യം ഞങ്ങളത് വിശ്വസിച്ചില്ല. പിന്നീട് പറഞ്ഞതെല്ലാം ശരിയാണെന്ന് ബോധ്യം ആയപ്പോൾ അവൾ തിരിച്ച് ഭർത്താവിന്റെ അടുക്കലേക്ക് പോയി. ഇപ്പോൾ മദ്യപാനം തീർത്തും നിർത്തിയ സ്നേഹസമ്പന്നനായ ഭർത്താവിനോടൊപ്പം എന്റെ മകൾ ജീവിക്കുന്നു. വിശുദ്ധന് 1000 നന്ദി. ഷേർലി. പാതുവായിലെ വിശുദ്ധ അന്തോണീസിന് നന്ദി. ഞാനൊരു മെയിൽ നേഴ്സാണ്. 2012 ഏപ്രിൽ എനിക്ക് IELTS കിട്ടിയതാണ്. സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പുണ്യവാന്റെ അനുഗ്രഹത്താൽ എനിക്ക് UK പോകുവാൻ സാധിക്കുകയുണ്ടായി. എന്നാൽ UK എത്തിയ എനിക്ക് രജിസ്റ്റേർഡ് നേഴ്സ് ആകുന്നതിന് ഒത്തിരി തടസ്സങ്ങൾ നേരിട്ടു. എന്റെ കൂടെ വന്നവരും എന്റെ ജൂനിയേഴ്സും നേഴ്സ് ആയതിനു ശേഷവും എനിക്ക് കോഴ്സ് ആരംഭിക്കുവാൻ ആവശ്യമായ രേഖകൾ ലഭിക്കാതെ വരികയും UK തുടരാൻ കഴിയാതെ 2014 നവംബറിൽ നാട്ടിലേക്ക് തിരിച്ച് വരേണ്ടി വരികയും ചെയ്തു. നാട്ടിലെത്തിയപ്പോൾ ഞാൻ ഓസ്ട്രേലിയ, അയർലൻഡ് എന്നീ രാജ്യങ്ങളിലേക്ക് ഏജൻസി മുഖേന അപേക്ഷിക്കുകയും ചെയ്തു. പക്ഷേ UK തടസ്സം നേരിട്ടതിനാൽ ഇവിടെയും തടസ്സം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്ന് അറിയിക്കുകയുണ്ടായി. എന്നാൽ ഈ ദേവാലയത്തിൽ വരികയും നൊവേനയിൽ സംബന്ധിച്ച് ഈ കാര്യം സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. കഴിഞ്ഞ മെയ് 5 ചൊവ്വാഴ്ച കലൂർ പള്ളിയിൽ ആയിരിക്കുമ്പോൾ എനിക്ക് ഓസ്ട്രേലിയയിൽ അഡാപ്റ്റേഷൻ കോഴ്സ് ചെയ്യുവാനുള്ള അവസരം ലഭിച്ചതായിട്ടുള്ള വിവരം അറിയുവാൻ കഴിഞ്ഞു. തുടർന്ന് ജൂണിൽ അവിടെ എത്തുകയും കോഴ്സ് ആരംഭിക്കുകയും ചെയ്തു. കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയെങ്കിലും ജോലി ലഭിക്കുവാൻ ബുദ്ധിമുട്ടായി. എന്റെ കൂടെ ഉണ്ടായിരുന്ന 3 പേർ നാട്ടിലേക്ക് തിരികെ മടങ്ങി. താമസിയാതെ ഞാനും ആ അവസ്ഥയിൽ തന്നെ എത്തിച്ചേർന്നു. എങ്കിലും എനിക്ക് വേണ്ടി എന്റെ അനിയത്തി ഇവിടെ വന്ന് നൊവേനയിൽ പങ്കുകൊണ്ടിരുന്നു. ഇങ്ങനെ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി 2015 ഡിസംബറിൽ എനിക്ക് മെൽബേൺ എന്ന ഒരു പ്രമുഖ ഹോസ്പിറ്റലിൽ ജോലി ലഭിച്ചു. കൂടാതെ പെർമനന്റ് റെസിഡൻസിന് വേണ്ടിയുള്ള കാര്യങ്ങളും ഇതോടൊപ്പം ആരംഭിക്കുവാൻ കഴിഞ്ഞു. വിശുദ്ധ അന്തോണീസിന്റെ മധ്യസ്ഥയാൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി. റഫീൻ ജോസഫ്. ഉണ്ണീശോയുടെ ഏറ്റവും വിശ്വസ്ത സ്നേഹിതനും വിളിച്ചപേക്ഷിക്കുന്നവരുടെ സഹായവുമായ വിശുദ്ധ അന്തോണീസെ, എന്റെ കുടുംബത്തിന്റെ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. കഴിഞ്ഞ 7 വർഷത്തിലേറെയായി എന്റെ മകൻ ആൽവിൻ കിഡ്നി സംബന്ധമായ ചികിത്സയിലായിരുന്നു. ആഴ്ചയിൽ 3 ദിവസം ഡയാലിസിസ് വിധേയനാവുകയും ചെയ്തിരുന്നു. നിരവധി പ്രാവശ്യം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും നൊവേനയിൽ സംബന്ധിക്കുകയും അപേക്ഷ എഴുതിയിടുകയും ഞങ്ങൾ ചെയ്യുമായിരുന്നു. കഴിഞ്ഞ ഒക്ടോബർ 25 തികച്ചും അപ്രതീക്ഷിതമായി കിഡ്നി മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തുവാൻ അവസരം ലഭിച്ചു. ഇത് തികച്ചും പുണ്യവാളന്റെ മധ്യസ്ഥവും കർത്താവിന്റെ കരുണയുമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം പലവിധ പ്രയാസങ്ങൾ നേരിടുകയും ആ അവസരങ്ങളിലെല്ലാം ഞങ്ങൾ പുണ്യവാളിനെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ എന്റെ മകൻ സുഖം പ്രാപിച്ചു വരുന്നു. അപ്രതീക്ഷിതമായി ലഭിച്ച അവയവത്തിനും അതിനോടനുബന്ധിച്ച് ചികിത്സയുമായി പലരുടെയും കൈകളിലൂടെ
ലഭിച്ച പുണ്യവാളന്റെ സഹായത്തിനും നന്ദി. ഈ വലിയ അനുഗ്രഹത്തിന് കാരുണ്യവാനായ കർത്താവിനോടും വിശുദ്ധ അന്തോണീസിനോടും ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. കൃതജ്ഞത എഴുതിയിടുവാൻ വൈകതിൽ ക്ഷമ ചോദിക്കുന്നു. തോമസ്. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ മധ്യസ്ഥം വഴിയായിട്ട് ലഭിച്ചിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള നന്മകൾ, അവയെ നമുക്ക് ഓർക്കാം. ഒപ്പം നമ്മുടെ പ്രത്യേകമായിട്ടുള്ള ആവശ്യങ്ങളും സമർപ്പിച്ചുകൊണ്ട് ഏറ്റവും ഭക്തിപൂർവ്വം നവനാൾ ജപങ്ങൾ ഏറ്റുചൊല്ലാം. ഓ ധന്യനായ വിശുദ്ധ അന്തോണീസേ, നന്മകളുടെ നിറകുടവും എളിമയുടെ ദർപ്പണവുമായ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങേ മധ്യസ്ഥതയാൽ രോഗവും മരണവും അബദ്ധവും അനർത്ഥങ്ങളും തിന്മകളും നഷ്ടങ്ങളും ഇല്ലാതാകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നഷ്ടപ്പെട്ട വസ്തുക്കൾ വീണ്ടെടുക്കുന്നതിനും ദുഃഖിതർക്ക് ആശ്വാസവും പാപികൾക്ക് അനുതാപവും നൽകുന്നതിനും കഴിവുള്ള അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ല. ഉണ്ണീശോയുടെ വിശ്വസ്ത സ്നേഹിതനായ വിശുദ്ധ അന്തോണീസേ, അങ്ങു ഞങ്ങൾക്ക് എന്നും തുണയും മധ്യസ്ഥനും ഉപകാരിയും ആയിരിക്കണമേ. ഞങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ സകല ആവശ്യങ്ങളും പ്രത്യേകിച്ച് ഇപ്പോൾ ഞങ്ങൾ അപേക്ഷിക്കുന്ന നന്മകൾ, നമ്മുടെ വ്യക്തിപരവും കുടുംബത്തിൻ്റെതുമായ പ്രാർത്ഥനകൾ ഒരു നിമിഷം ഓർക്കാം. ഇന്ന് ദിവസം നമ്മളോട് പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുള്ള രോഗസൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന സിസ്റ്റർ അഗസ്റ്റ, ലിമ, തിയോ, പൊന്നമ്മ, രേവതി, സുനി, ജോണി, അശ്വതി, സിസ്റ്റർ ജുവാൻ, തോമസ്, ടിൻസി, ട്രീസ, ബീന, ആൻഡോ, മേഴ്സി, ജോയ്സി, സൂസൻ, തിനു, ജ്യോതി, അജിത്, രാധ, സരോജനി, ബീന, ആദിരാമ, ജേക്കബ്, ജാസ്മിൻ, ഗോപാലൻ, കമല, സിൻസി, രമമോൾ, നീതു, സന്ധ്യ, ദിനോയ്, ടീന, മത്തായി, മാർട്ടിൻ, ജൂഡിയസ്, ജോൺ, അഗസ്റ്റിൻ, മേരി, ഹെനോക്ക്, ഫാദർ പന്തലൂക്കാരൻ, നിഷ, എലിസബത്ത്, ജേക്കബ്, ജിൻസി, ബിന്ദു, തങ്കമ്മ ഫിലിപ്പ്, പ്രജുൽ, ഡോറിൻ, സീന, മാക്സി, റോസി ജോസഫ്, ലിജി, ബെൻസി, ആതിര, എൽസി, ബിജി ആന്റണി, റോഷ്നി, തൻഹ, നിത്യ, ഷാൻ, എലീഷ, കൃഷ്ണൻ ഉണ്ണി, ക്യാൻസർ രോഗസൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന മധു, പിയൂസ്, ഫിലോമ, ഏലിയാമ്മ, കോമളം, റോസി, ബിന്ദു, ഫിലിപ്പ്, അച്ചാമ്മ, ദീപാമ്മ, ഫ്ലോറി, ആലീസ്, സൂസൻ, മേഴ്സി ഫ്രാൻസിസ്, ദോസ് ബാബു, സരോജം. വൃക്കസംബന്ധമായ രോഗങ്ങളിൽ നിന്നും സൗഖ്യം ലഭിക്കുവാനായി ഹിൽട്ട, സിസ്റ്റർ നോയൽ, ഫെജോ, സിബിച്ചൻ, കൃഷ്ണകുമാർ, സ്വപ്ന, ശശി, അബ്ദുൾ അസീസ്, സന്തോഷ്, ഭാനു, ജോസ്, പൗലോസ്. കരരോഗ സൗഖ്യത്തിനു വേണ്ടി കുര്യൻ, ചന്തു. ഹൃദയരോഗ സൗഖ്യത്തിനു വേണ്ടി ഫിലോമിന, തോമസ്, പാസ്കൽ. ഐസിയുലായിരിക്കുന്ന ഫ്രാൻസിസ്. ഓപ്പറേഷന് വിധേയരാകുന്ന സുനിൽ രാജ്, ജോർജ്, മേഴ്സി, പ്രകാശൻ, പേർലി. ആക്സിഡന്റ് മൂലം രോഗാവസ്ഥയിൽ കഴിയുന്ന അബ്രഹാം, വർഗീസ്, എബ്രഹാം, ചാർലി, ജോബി, ജോസഫ്, ജിബിൻ, ശെൽവം. ബ്രെയിൻ ട്യൂമറുള്ള ശോഭന, സിസ്റ്റർ ജീന. ഈ സഹോദരങ്ങളെയും നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കാം. ചൊല്ലാം. പരമപിതാവായ ദൈവത്തിന്റെ പക്കൽ നിന്ന് അങ്ങേ മധ്യസ്ഥ്യം വഴി ഞങ്ങൾക്ക് നേടിത്തരണമേ. ശാന്തനും സ്നേഹസമ്പൂർണനുമായ വിശുദ്ധ അന്തോണീസേ, അങ്ങയുടെ അനുഗ്രഹങ്ങളെ ഞങ്ങളെന്നും കൃതജ്ഞതയോടെ പ്രകീർത്തിക്കും. ഞങ്ങളുടെ ആത്മശരീരങ്ങളും ഞങ്ങൾക്കുള്ള സകലതും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അപേക്ഷിച്ചാൽ
ഉപേക്ഷിക്കാത്ത വിശുദ്ധ അന്തോണീസേ, എല്ലാവിധ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ജീവിത ക്ലേശങ്ങളെ പ്രശാന്തതയോടെ നേരിടുവാനും പാപത്തിൽ അകപ്പെടാതെ നല്ല ജീവിതം നയിക്കുവാനും അങ്ങു ഞങ്ങളെ സഹായിക്കണമേ. പ്രലോഭനങ്ങൾ ഞങ്ങളെ ദുർബലരാക്കുന്ന നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് അങ്ങ് ശക്തമായ തുണയായിരിക്കണമേ. ഉദാരതയും സ്നേഹവുമുള്ള ഹൃദയം ഞങ്ങൾക്കു നൽകണമേ. ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ നന്മകളും ദുഃഖിതരും പാവങ്ങളുമായ ഞങ്ങളുടെ സഹോദരങ്ങളുമായി പങ്കുവയ്ക്കുവാനുള്ള സന്നദ്ധതയും ഞങ്ങൾക്ക് നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സമൂഹ പ്രാർത്ഥന. നിത്യനായ ദൈവമേ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന അങ്ങേ മക്കൾ എന്ന ഒന്നാൾ പ്രാർത്ഥന വഴിയായി ഈശ്വര ചൈതന്യം നവമായി ഉൾക്കൊണ്ട് വിശ്വാസ ജീവിതത്തിൽ പൂർവോപരി ഊർജ്ജസ്വരാകുവാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസ് വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിത പ്രതിസന്ധികളിൽ അചഞ്ചലമായ വിശ്വാസത്തോടും തീക്ഷ്ണമായ പ്രത്യാശയോടും കൂടെ ദൈവ തൃക്കരങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തെ ധൈര്യപൂർവ്വം നേരിടുവാനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിളസമൃദ്ധിയും തൊഴിൽ സ്ഥിരതയും വ്യവസായിക നീതിയും വഴി സാമ്പത്തിക ഭദ്രതയും സാമൂഹ്യ സമാധാനവും ജീവിത സംതൃപ്തിയും ഏവർക്കും ലഭ്യമാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൊഴിലില്ലാതെയും ജീവിതമാർഗം കാണാതെയും ഉഴലുന്ന എല്ലാവരും ക്രിസ്തുനാഥനിൽ പ്രത്യാശയും ഭദ്രതയും കണ്ടെത്തുവാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹജീവൻ നയിക്കുവാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ യുവതി യുവാക്കൾക്ക് ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനും വിവാഹത്തിനുള്ള മാർഗങ്ങൾ തെളിഞ്ഞു കിട്ടുവാനും കൃപയർലണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മദ്യപാനത്തിന്റെയും മയക്കുമരുന്നിന്റെയും തിക്തഫലങ്ങൾ നിമിത്തം തകർന്നുപോയ കുടുംബങ്ങൾക്ക് സമാശ്വാസവും അവയ്ക്ക് അടിമയായിരിക്കുന്നവർക്ക് ആ ബന്ധനങ്ങളിൽ നിന്ന് മോചനവും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശാരീരികമായ അസുഖങ്ങളാലും മാനസികമായ വ്യഥകളാലും കഷ്ടത അനുഭവിക്കുന്നവർക്കും പൈശാചികളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടോ മറ്റു കാരണങ്ങൾ കൊണ്ടോ ബന്ധനങ്ങൾക്ക് വിധേയരാക്കുന്നവർക്കും മോചനവും സൗഖ്യവും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അധ്യയന ജീവിത കാലഘട്ടത്തെ അഭിമുഖീകരിക്കുന്ന വിദ്യാർത്ഥികൾ തങ്ങളുടെ സമയവും കഴിവും ഫലപ്രദമായി ചെലവഴിക്കുവാനും അതുവഴി അവർ ഉത്തമ ജീവിത മൂല്യങ്ങളിൽ നിഷ്ഠയുള്ളവരായി വളരുവാനും ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരണാസന്നർക്ക് പ്രത്യാശയും ഞങ്ങളിൽ നിന്നും വേർപിരിഞ്ഞു പോയ എല്ലാവർക്കും നിത്യസമ്മാനവും പ്രദാനം ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്രഷ്ടാവും രക്ഷകനുമായ ദൈവമേ, അങ്ങേ വിശ്വസ്തദാസനായ വിശുദ്ധ അന്തോണീസിനെ വിശേഷ പുണ്യങ്ങളാലും അത്ഭുത പ്രവർത്തനപരത്താലും ധന്യനാക്കുന്നതിന് അങ്ങ് തിരുവള്ളമായല്ലോ. അങ്ങേ കൃപാ കടാക്ഷത്താൽ ഈ വിശുദ്ധന്റെ മാധ്യസ്ഥം വഴി ഞങ്ങൾ യാചിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേ എന്ന് സ്വർഗത്തിൽ നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ക്രിസ്തുവിന്റെ പ്രേക്ഷിതോത്തമ
ആശ്രയം അത്ഭുതങ്ങൾ ചെയ്തു ഞങ്ങളെ സ്വർഗരാജ്യം പ്രവേശിക്കും. ക്രിസ്തുവിന്റെ പ്രേഷിതോത്തമ കൽപ്പാദങ്ങളെന്നു ആശ്രയം പാവനമായൊരൻപോതൻ പ്രാർത്ഥന സഹായ ശക്തിയാ ശ്രേയസാർന്നു ഞങ്ങൾ വാഴുവാൻ പ്രീതരായി വരങ്ങൾ നൽകണേ. വേദനിച്ചിടുന്ന ചേതസം നേരുന്ന നിർമിഴികളും കാഴ്ചവച്ചു കൂപ്പിടും നീതാ കാലടച്ചു കലായക പാടുവാൻ ആശയോടെ നിൻ പാദമാശ്രയിച്ചോരേഴകൾ ആശതേറി നിന്നനുഗ്രഹ ആശിസേയുന്നു മൗരിതം അത്ഭുതങ്ങൾ ചെയ്തു ഞങ്ങളിൽ സ്വർഗരാജ്യ രശ്മിയേകിടും. ക്രിസ്തുവിന്റെ പ്രേഷിതോത്തമ കൽപ്പാദങ്ങളെന്നു ആശ്രയം. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നമ്മുടെ കണ്ണുകൾ അടച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മൾ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിത പങ്കാളിയെയും മക്കളെയും മാതാപിതാക്കളെയും എല്ലാ രോഗികളെയും മാനസിക വേദന അനുഭവിക്കുന്ന സഹോദരങ്ങളൊക്കെ ദൈവസന്നിധിയിൽ അർപ്പിക്കാം. നമ്മുടെ പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നവരെ ഓർക്കാം. എല്ലാവിധ പൈശാചിക തിന്മകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ക്ഷുദ്രകോപങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും കാത്തു സംരക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മീയമായും സാമ്പത്തികമായും നമ്മുടെ കുടുംബങ്ങളെ പരിപോഷിപ്പിക്കുവാൻ, നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്നവരെയും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരെയും അനുഗ്രഹിക്കുവാൻ, പഠിക്കുന്ന എല്ലാ മക്കളെയും ആശീർവദിക്കുവാൻ, പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ അനുഗ്രഹിക്കുവാൻ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാര്, ഗർഭിണികള്, ഉദരശിശുക്കളെ, കൈക്കുട്ടികള്, വൃദ്ധജനങ്ങള്, വീടില്ലാത്തവരെ, പുരയിടമില്ലാത്തവര്, വാടക വീട്ടിൽ താമസിക്കുന്നവര്, വസ്തു വാങ്ങൽ വിൽപ്പന നടക്കാത്തവര്, ബിസിനസ്സിലെ തകർച്ചകള്, വിവാഹം നടക്കാത്തവര് ദൈവസന്നിധിയിൽ അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളിലെ എല്ലാ ബന്ധനങ്ങളും തടസ്സങ്ങളും മാറുവാൻ, പാപാവസ്ഥയിൽ ജീവിക്കുന്നവർക്ക് വേണ്ടി മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റ് ദുശീലങ്ങൾക്കും അടിമപ്പെട്ടു പോയിട്ടുള്ളവർക്ക് അതിൽ നിന്ന് മോചനം ലഭിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന നമ്മുടെ ഇടതും വലതും മുൻപിലും പിൻപിലുമായി നിൽക്കുന്ന എല്ലാ സഹോദരങ്ങളെയും ഇവിടെ ലഭിച്ചിരിക്കുന്ന അപേക്ഷകത്തുകളിലെ നിയോഗങ്ങളെയും ദൈവസന്നിധിയിൽ അർപ്പിച്ചുകൊണ്ട് നമുക്ക് എല്ലാവരും കണ്ണടച്ചിരുന്നുകൊണ്ട് അന്തോനീസ് പുണ്യവാളനും പരിശുദ്ധ അമ്മയും നമ്മുടെ അരികിൽ നിൽക്കുന്നതായി കാണുക. കണ്ണടച്ചിരിക്കുക, എല്ലാവരും പ്രാർത്ഥിക്കുക. എല്ലാവരും പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് കണ്ണു തുറക്കുക. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ദൈവത്തോട് ആവശ്യപ്പെട്ട് ഇനി ദൈവം പറയുന്നതോടെ കേൾക്കണം. പലരും ദൈവം പറയുന്ന കേൾക്കാതെ പോണത്. ദൈവം പറയുന്നത് കേൾക്കണം. പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മ പറയുന്ന കേൾക്കുന്നതല്ല. നമ്മൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ ദൈവത്തിന് നമ്മുടെ ആവശ്യങ്ങൾ അറിയാം. നീ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിന്റെ ആവശ്യങ്ങൾ സ്വർഗീയ പിതാവ് അറിയുന്നു. ആദ്യം ദൈവത്തിന്റെ രാജ്യവും ദൈവത്തിന്റെ നീതിയും അന്വേഷിക്കാം. അതാണ് പറയുന്നത്. ആദ്യം വചനം. അന്തോനീസ് പുണ്യാളൻ വളരെ ഭയങ്കര പ്രസംഗകനാണെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. അന്തോനീസ് പുണ്യാളുടെ നാവ് ഇന്നും ഇരിപ്പുണ്ട്, അഴിയാതെ. നിങ്ങളെങ്ങാനും ഒരു ഭാഗ്യം കെട്ടിപ്പോയാൽ പാതുവയിൽ കാണാം അന്തോനീസ് പുണ്യാളിന്റെ അഴിയാത്ത നാവ്. ആ നാവ് എടുത്തിട്ട് ബെനവന്തൂർ ബിഷപ്പ് പറഞ്ഞു, ഓ വിശുദ്ധ നാവേ, വചനം പ്രഘോഷിച്ച നാവേ, നിനക്ക് സ്തുതി. അപ്പൊ പുണ്യാളന്റെ ഏറ്റവും വലിയ ശക്തി അതായിരുന്നു. അത്ഭുതം പ്രവർത്തിച്ച കരത്തേക്കാൾ ദൈവം സംരക്ഷിച്ചത് വചനം പറഞ്ഞ നാവിനെയാണ്. അന്തോനീസ് പുണ്യാളന്റെ
അത് നമ്മൾ തിരിച്ചറിയണം. ഭയങ്കര പവറാണ് വചനം. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊന്നും കിട്ടി, എന്താണ്, മീൻ പിടിക്കാൻ പോയിട്ട് ഒന്നും കിട്ടിയില്ല. അഹോരാത്രം പണിയെടുത്ത് യേശു പറഞ്ഞ മക്കളെ ഒന്നും കിട്ടിയില്ല, ഈ രാത്രി മുഴുവനും പണിയെടുത്തിട്ട് ഒന്നും കിട്ടിയില്ല ഗുരു എന്ന് പറഞ്ഞു. യേശു എന്ത് ചെയ്ത്? ആ വള്ളത്തിൽ കയറുന്ന വചനം പറയാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, മക്കളെ വല ഇറക്കുക, ആഴത്തിലേക്ക് വല ഇറക്കുക. അവിടെ തന്നെ വല ഇറക്കിയട്ടാ, മാറ്റിയ വല ഇറക്കിയില്ല. എവിടെയാണ് അപ്പോസ്തലന്മാര് വല ഇറക്കിയത്? അവിടെ തന്നെയാണ് വല വീണ്ടും ഇറക്കിയത്. മീന് കിട്ടി. എങ്ങനെ? വല കീറാവോളം മീന്. ഇത് കണ്ട് പത്രോസ് പറഞ്ഞു, കർത്താവേ ഞാൻ പാപിയാണ്, അകന്നു പോണേണ്ടാ. വചനത്തിന്റെ പവർ അതാണ്. ഇതൊന്നും നമുക്ക് മനസ്സിലാകില്ല. വചനം കേൾക്കാനാണ് നമുക്ക് ബുദ്ധിമുട്ട്. അതുകൊണ്ട് അത് കേൾക്കണം. അത് ഭയങ്കര ശക്തിയാണ്. വചനം മാംസം ധരിച്ചതാണ് യേശു ക്രിസ്തു, അല്ലെ? അപ്പൊ നമ്മളിപ്പോ കരുണവർഷത്തിലാണ്. നമ്മളെല്ലാവരും പറയുന്ന കരുണവർഷം എന്നാ. തെറ്റാണത്. ദൈവകരുണയുടെ വർഷമാണ് കേട്ടാ. ദൈവം നമ്മളോട് കരുണ കാണിക്കുന്നതാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നു, ഗോഡ്സ് മേഴ്സി ഗോസ് ബിയോണ്ട് ജസ്റ്റിസ്. ഇതാണ് ഗോഡ്സ് മേഴ്സി ഗോസ് ബിയോണ്ട് ജസ്റ്റിസ്. ദൈവത്തിന്റെ കരുണ നീതിക്കപ്പുറത്താണ്. നമ്മൾ തിരിച്ചറിയണം. ഏത് പാപി വന്നാലും ദൈവം സ്വീകരിക്കും. അതാണ് പറയുന്നത്, 100 നീതിമാന്മാരെന്നതിനേക്കാൾ പശ്ചാത്തപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ സന്തോഷം ഉണ്ടാവും. വടക്കം പെട്ടും സ്വർഗത്ത് ഒരാൾ പശ്ചാത്തപിച്ചു കഴിയുമ്പോൾ. അതുകൊണ്ടാണ് ഈ കരുണവർഷത്തിൽ മാർപ്പാപ്പ പറയുന്നത്, നീ ഒരു കുമ്പസാരം നല്ല പോലെ നടത്തിയാൽ കുമ്പസാരക്കൂട്ടിൽ അത്ഭുതം നടക്കും. സത്യം. കുമ്പസാര ഏറ്റവും വലിയ പ്രാർത്ഥന എന്താണ്? ഞാൻ പാപിയാണെന്ന് ദൈവത്തിന്റെ അടുത്ത് പറയുന്നതാണ് ഏറ്റവും നല്ല പ്രാർത്ഥന. അതിലും നല്ല പ്രാർത്ഥന വേറെ ഒന്നുമില്ല. തമ്പുരാൻ ഏറ്റവും. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, ഞാൻ പാപിയാണ്, എന്നിൽ നിന്ന് അകന്നു പോകണമേ. പൗലോസ്ലീഹ പറഞ്ഞു, ഞാൻ പാപികളിൽ അഗ്രഗണ്യനാണ്, ഒന്നാമനാണെന്ന്. ഇതൊക്കെ വിശുദ്ധിയുടെ പടവുകളാണ്, നമ്മൾ തിരിച്ചറിയുക. ഏതായാലും ദൈവത്തിന്റെ കരുണയുടെ വർഷമാണ്. സ്വർഗകവാടത്തിന്റെ പ്രതീകമായി വാതിൽ തുറന്നിട്ട് മാർപ്പാപ്പമാര്, ധൂർത്തുപുത്രന്റെ വാതിലാണിത്. ധൂർത്തുപുത്രൻ ഇറങ്ങിപ്പോയപ്പോൾ തമ്പുരാനും നോക്കിയിരിക്കുകയാണ്, പിതാവ് നോക്കിയിരിക്കുകയാണ്, അവൻ തിരിച്ചു വരും. നമ്മൾ കാണുന്നുണ്ട് തിരിച്ചു വന്നപ്പോ കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നെന്ന് പറയുന്നുണ്ട്. അത് തെറ്റാണ് കേട്ടാ. അത് മലയാളം ബൈബിളിൽ ഒരു പോരായ്മയാണ്. ശരിക്കും അതല്ല, കൊഴുപ്പിച്ച കാളക്കുട്ടിയാണ്. അതായത് ഈ ബൈബിൾ എഴുതിയത് ഹീബ്രു, ഗ്രീക്ക്, ലത്തീൻ ഭാഷയിലാണ്. അതിനുശേഷം ആദ്യമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഇംഗ്ലീഷ് ഭാഷയിലേക്കാണ്. ഈ ഇംഗ്ലീഷ് ഭാഷയിൽ അതിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ സെന്റ് പോളിസിൽ ചെന്ന RSV ബൈബിൾ കിട്ടും, എടുത്ത് വായിച്ചു നോക്കിക്കോ. ഫാറ്റഡ് കാഫ് എന്നാണ്. ഫാറ്റ് കാഫും ഫാറ്റഡ് കാഫും തമ്മിൽ വ്യത്യാസമുണ്ട്. ഫാറ്റ് കാഫ് എന്ന് പറഞ്ഞാൽ കൊഴുത്ത കാളക്കുട്ടി, ഫാറ്റഡ് കാഫ് എന്ന് പറഞ്ഞാൽ കൊഴുപ്പിച്ച കാളക്കുട്ടിയാണ്. നമ്മുടെ വീടുകളിൽ കോഴിയെ വളർത്തില്ലേ? ഇപ്പൊ ആ ഒരു വീട്ടിലും കോഴിയില്ല. പിള്ളേര് കോഴിനെ കണ്ടിട്ടില്ല, കോഴിനെ തിന്നാറിയാം, അല്ലെ? പല വീടുകളും ഞങ്ങളൊക്കെ പണ്ട് കോഴീനെ വളർത്തും, താറാനെ വളർത്തും, ആടിനെ വളർത്തും, പശുവിനെ വളർത്തും. ഇതൊക്കെ പതിവാണ്. മുറ്റത്തൊരു ഐശ്വര്യമാണ് ഇതുങ്ങളെല്ലാം ഉള്ളത്, പക്ഷികളും മൃഗങ്ങളും. അപ്പൊ ഈ പൂങ്കോഴിനെ വളർത്തും. ഇറച്ചിക്കോഴിയെന്നാ പറയണേ. വിരുന്നുകാർ വരുമ്പോൾ ആന്റി അങ്കിളും മക്കളൊക്കെ വരുമ്പോ പറയടാ, ആന്റി അങ്കിളൊക്കെ വന്നിട്ട് പിടിച്ചോടാ കോഴിയെ. അങ്ങനെ തിന്ന് 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 മുറ്റി നിൽക്കുന്ന ഇറച്ചിക്കോഴിയുണ്ട്. അതാണ് ഫാറ്റഡ്, ആണ് കോക്ക് എന്ന് പറയും. ഇതുപോലെ ഫാറ്റഡ് കാഫ്, കൊഴുപ്പിച്ച കാളക്കുട്ടി, കൊഴുപ്പിച്ച പൂവങ്കോഴി. ഇതുപോലെയാണ്. അവൻ ഇറങ്ങിപ്പോയപ്പോഴേ പറഞ്ഞു, ഇവനെ ഒരു പോക്കൊന്നുമല്ല, ഇവൻ തിരിച്ചു വരും, ഇവൻ തിരിച്ചു വരുമെന്ന് പിതാവിനറിയാം. ജനലും തുറന്നിട്ട് കാത്തിരിക്കുകയാണ്. വേലക്കാരെ വിളിച്ചിട്ട് പറഞ്ഞ്, എന്റെ മകൻ എന്നെ വിട്ടുപോയവൻ തിരിച്ചു വരുന്നുണ്ട്, അവനെ തൊഴുത്തിൽ നിന്നൊരു കാളക്കുട്ടി എടുത്ത് കൊഴുപ്പിച്ചു. കൊഴുപ്പിച്ച് കാളക്കുട്ടി വലുതായി തിരിച്ചെത്തി. ആരേ? ധൂർത്തുപുത്രൻ കൊഴുപ്പിച്ച കാളക്കുട്ടിയെ കൊന്ന് വിരുന്നൊരുക്കി. സത്യം പറഞ്ഞാൽ ഇതാണ് കരുണവർഷം. ദൈവം മനുഷ്യനെ നോക്കിയിരിക്കെ. ഒരു ജഡ്ജി ഇപ്പൊ ഇവിടെ വിധിക്കുകയാണ്, ഹൈക്കോടതിയിൽ വിധിക്കുന്ന അവനെ തൂക്കിക്കൊല്ലാൻ. ദയാഹർജിക്ക് വേണ്ടി എന്താണ് സുപ്രീം കോടതിയിൽ ചെന്ന് അവിടെയും പറഞ്ഞ് തൂക്കിക്കൊല്ലാൻ. ഇനി ഒരു മാർഗമേ ഉള്ളൂ, ഭാര്യയും മക്കളും കൂടി പ്രസിഡന്റിന്റെ അടുത്ത് ചെല്ലണം. എന്താണ്? എങ്ങനെയെങ്കിലും ഭോജനം കിട്ടാൻ. പ്രസിഡന്റും തള്ളിക്കഴിഞ്ഞാൽ അവനെ തൂക്കിക്കൊല്ലും. പക്ഷേ ഗോഡ്സ് മേഴ്സി ഗോസ് ബിയോണ്ട് ജസ്റ്റിസ്. ദൈവത്തിന്റെ കരുണ ആ നീതിക്കപ്പുറമാണെന്ന് മാർപ്പാപ്പ പറയും. ഏത് പാപിയെയും ദൈവം സ്വീകരിക്കും. പാവനിയായ ഒരു പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുവന്നു. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ്. അവളെ പിടിച്ചുകൊണ്ടുവന്ന് മോശയുടെ നിയമം അനുസരിച്ച് കല്ലെറിഞ്ഞു കൊല്ലണം. അതവർക്ക് കൊല്ലാം. അവർ കൊന്നില്ല. യേശുവിനെ കൊല്ലാൻ വേണ്ടി വന്നിരിക്കും. ഈ കാര്യം പറഞ്ഞ് യേശുവിനെ വെട്ടിലാഴ്ത്താനാണ് ഇവർ വന്നത് പെൺകുട്ടിയുടെ അടുത്ത്. അവളെ കല്ലെറിഞ്ഞു കൊല്ലാൻ ആരും ചോദിക്കാൻ പോകണമെന്നില്ല. കാരണം യഹൂദ നിയമം അതാണ്. മോശ കൊടുത്തിരിക്കുന്ന നിയമം, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളെ കല്ലെറിഞ്ഞു കൊല്ലണം. എന്നാൽ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്ന് എന്തിനാണ്? യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്, യേശുവിനെ വെട്ടിൽ വീഴ്ത്താൻ. ഗുരു, ഇവളെ പിടിക്കപ്പെട്ട വ്യഭിചാരിണിയാണ്, മോശയുടെ നിയമപ്രകാരം ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണം. യേശു കല്ലെറിഞ്ഞു കൊല്ലാൻ പറഞ്ഞാൽ പറയും, നിനക്ക് കരുണയില്ലെന്ന് പറയും. ഇനി കല്ലെറിഞ്ഞു കൊല്ലണ്ടെന്ന് പറഞ്ഞാൽ പറയും, നീ മോശയുടെ നിയമം ലംഘിക്കുന്നു. ഏത് പറഞ്ഞാലും യേശു വെട്ടിലാകും. അതുകൊണ്ട് യേശു മിണ്ടിയില്ല. എല്ലാവരുടെയും ശബ്ദം അടങ്ങി. ഒടുവിൽ പറഞ്ഞു, പെൺകുട്ടി കിടന്ന് കരയണന്, കല്ലെറിയടാം. നിങ്ങളിൽ പാപം ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കല്ലെറിയാ. അറിയടാ, ധൈര്യം ഉണ്ടെങ്കിൽ അറിയ.
ആരും അറിഞ്ഞില്ല. യഹൂദര് പോയി. യഹൂദരുടെ വിശ്വാസമത. ഇന്നും ഇസ്രായേൽ യഹൂദരാണെന്ന് ഓർക്കണം. വിശ്വാസികളാണവർ, തിരഞ്ഞെടുക്കപ്പെട്ട ജനം. അവരൊരു കല്ല് നിലത്തിട്ടിട്ട് എല്ലാവരും പോയി. നമ്മുടെ ഈ പള്ളിവാതിക്കൽ ഇതുപോലെ ഒരു പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടോന്നോർത്തു. വികാരിയച്ച മോശയുടെ നിയമപ്രകാരം കല്ലെറിഞ്ഞു കൊല്ലണം. വികാരിയച്ഛൻ പറഞ്ഞ് എറിഞ്ഞോ മക്കളെ എന്ന് പറഞ്ഞാൽ എല്ലാവരും എറിയും. എറിഞ്ഞു കൊന്ന് അതിന്റെ ഏഴും നടത്തും. നമ്മുടെ അവരുടെയും വ്യത്യാസം അതാണ്. പാപബോധം ഉണ്ടായവർക്ക് അവർ പോയി. ഒടുവിൽ ആ പെൺകുട്ടിയും യേശുവും മാത്രം. നോക്കിക്കാ രംഗം. ഒരു വേശ്യയും യേശുവും മാത്രം. യേശു പറഞ്ഞു, മോളെ ആരും നിന്നെ വിധിച്ചില്ലേ? ആരും എന്നെ വിധിച്ചില്ല. ഞാനും നിന്നെ വിധിക്കുന്നില്ല. മേലിൽ പാപം ചെയ്യരുത്. കണ്ടാ, ഞാനും നിന്നെ വിധിക്കുന്നില്ല. ഗോഡ്സ് മേഴ്സി ഗോസ് ബിയോണ്ട് ജസ്റ്റിസ്. ദൈവത്തിന്റെ കരുണ നീതിക്കപ്പുറമാണ്. അതാണ് കരുണവർഷം. ദൈവത്തിന്റെ കരുണ ആഗ്രഹിക്കാൻ. നമ്മള് വാതിലുകൾ കാണാറുണ്ടല്ലേ? 2 വാതിലുകൾ, 5 വാതിലുകളെ കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. ഞാൻ 2 വാതിൽ പറഞ്ഞ് ഏൽപ്പിച്ചു തരാം. ഒന്ന് എന്താണ്? നിയമാവർത്തന പുസ്തകം, ഉൽപ്പത്തി പുസ്തകം 4:7. 2 വെളിപാടിന്റെ പുസ്തകം 3:20. ഒന്ന് പഴയ നിയമത്തിലും 2 പുതിയ നിയമത്തിലുമാണ്. 2 വാതിലുകളാണ്. ഒന്ന്, കായനും ആബേലും ബലിയർപ്പിക്കാൻ പോയി. കായനും ആബേലിനും ചേട്ടനനിയനുമാണ്. കായൻ കൃഷിക്കാരൻ, ആബേല് എന്നിട്ടാണ് ആട്ടിടയനാണ്. അവര് ബലിയർപ്പിച്ചു. കായൻ അർപ്പിച്ചത് അവന് കിട്ടിയ കൃഷിയുടെ, അതായത് ധാന്യത്തിന്റെ ഒരു ഭാഗമാണെങ്കിൽ, ആ ആബേൽ അർപ്പിച്ചത് ആട്ടിൻകുട്ടിയുടെ മാംസദളമായ ഭാഗം. നിങ്ങൾ ഇറച്ചിക്കറയിൽ പോയി ഇറച്ചി വാങ്ങിക്കുമ്പോൾ ചവും തോലും മാത്രം തന്നാ പറയടോ, ഒന്ന് മാറ്റിയിട്ട് നല്ല ഇറച്ചി വെട്ടിത്താടോ. ആ കായൻ അർപ്പിച്ചത് വെറും പതിരാണെങ്കിൽ ആബേൽ അർപ്പിച്ചത് മാംസദളമായ ഭാഗമാണ്. നോക്കിക്കേ, ഏതാണ് ദൈവം സ്വീകരിച്ചത്? കായന്റെ ബലി സ്വീകരിച്ചില്ല, ആബേലിന്റെ ബലി സ്വീകരിച്ചു. കായൻ അസൂയായി ബലിയർപ്പിച്ചിട്ട് കായന്റെ മുഖം മാടിയിരിക്കുന്നു. ദൈവം ചോദിച്ചു, എന്താ നിന്റെ? നമ്മളൊക്കെ അങ്ങനെയല്ലേ? എവിടെ പോയി ധ്യാനം കൂടിയിട്ടും, ഏത് ശുശ്രൂഷ കഴിഞ്ഞിട്ടും, ഏത് നൊമേനക്ക് പോയിട്ടും, ഏത് കുമ്പസാരം കഴിഞ്ഞിട്ടും നമ്മുടെ മുഖം മാടിയിരിക്കുന്നു. കായന്റെ മുഖം മാടിയിരിക്കുന്നു. പ്രാർത്ഥന കഴിഞ്ഞിട്ടും ബലി കഴിഞ്ഞിട്ടും അവന്റെ മുഖം മാടിയിരിക്കുന്നു. ചോദിച്ചെന്താ നിന്റെ മുഖം മാടിയിരിക്കണേ? അനുചിതമായി പ്രവർത്തിച്ചിരുന്നെങ്കിൽ നിന്റെ ബലിയും ദൈവം സ്വീകരിക്കില്ലായിരുന്നു. പാപം പടിവാതിക്കൽ. കണ്ട, ആദ്യത്തെ വാതിൽ ഇതാണ് കേട്ട മക്കളെ. പാപം പടിവാതിക്കൽ കാവലിരിപ്പുണ്ട്, നീ അതിനെ കീഴടക്കുക. അതായത് കൊലപാതകം എന്ന പാപം, പൈശാചിക ബന്ധനം നിന്നെ പിടികൂടിയിരിക്കുന്നു, നീ അതിനെ കീഴടക്കുക. കായൻ അത് കേട്ടില്ല. കായൻ പോയി ആബേലിനെ കൊന്നു. ദൈവം പ്രത്യക്ഷപ്പെട്ടു. എവിടെ നിന്റെ സഹോദരൻ ആബേൽ? എന്റെ സഹോദരന്റെ കാവൽക്കാരനാണോ ഞാൻ? ആണടാ. നിന്റെ സഹോദരന്റെ രക്തം വീണ ഈ ഭൂമി എന്നെ നോക്കി വിലപിക്കുന്നടാ. നിനക്ക് ശാപം. കേട്ടോ, ദൈവത്തിന്റെ കൽപ്പന ലംഘിക്കുമ്പോൾ ആദ്യത്തെ ആദാമിന്റെയും ഹവ്വയുടെയും മകൻ ഈ കായേന് കിട്ടിയ ശാപം എന്താണ്? നീ ഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കും. കേട്ടാ, നീ ഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കും. നീ ഭൂമിയിൽ പണിയെടുത്താൽ ഫലം കിട്ടില്ല. പോരെ, കായൻ പറഞ്ഞു, എനിക്ക് സഹിക്കാവുന്നതിലും വലുതാണ് ഈ ശാപം. നോക്കിക്കേ, നമ്മുടെയൊക്കെ അവസ്ഥ ഇതാണ്. അലഞ്ഞു തിരിഞ്ഞ് പണിയില്ല, വേലയില്ല, കൂലിയില്ല, സമാധാനമില്ല, ഒന്നും ഇല്ലെങ്കിൽ ഓർത്തു, എവിടെയോ വാതിൽ തുറന്നിട്ട് ദൈവം ഇരിക്കുന്നത് നമ്മൾ ചെല്ലുന്നില്ല. സാത്താന്റെ കെണിയിലായി. ഇന്നെന്തുമാത്രം വാതിലുകളാണ് നമുക്ക്. നിങ്ങൾ കൊച്ചിക്കാരല്ലേ? ഞാനും കൊച്ചിക്കാരനാണ്. കൊച്ചിയിൽ ഏറ്റവും കൂടുതലുള്ള കൊതുക. കൊച്ചി അറിയപ്പെടുന്നത് കൊതുകിന്റെ നാടെന്നാണ്. നമ്മൾ അതുകൊണ്ട് സന്ധ്യയാകുമ്പോൾ എന്ത് ചെയ്യും? ജനലും വാതിലും അടച്ചും, കൊതുക് അകത്ത് കയറാതിരിക്കാൻ. പക്ഷെ കൊതുക് അടുത്തു വന്നിരിക്കുന്നു. ജനലും വാതിലങ്ങ് തുറന്ന ഉടനെ അകത്തേക്ക് എന്ന് പറഞ്ഞു കയറും. ഇത് തന്നെ പാപം പടിവാതിക്കൽ കാവലിരിപ്പുണ്ട്. നമ്മ പട്ടീനെ പൂച്ചനെ വളർത്തൂല്ലേ? ഓമനിച്ച് വളർത്തും. പട്ടിക്ക് നമ്മുടെ കൂടെ കിടന്നുറങ്ങാൻ ഇഷ്ടം. നല്ല ചൂടും കിട്ടും, പൂച്ചക്കും ചൂട് കിട്ടും. പക്ഷേ രോമം വീണ നമുക്ക് പാണ്ഡവ രോഗം വരുമെന്നാ പറയുന്നത്. അതുകൊണ്ട് ആരും പട്ടീനും പൂട്ടിനും കൊടുത്താറില്ല. പട്ടീനെയും പൂച്ചനും പുറത്തിട്ട് വാതിലെടുക്കും. പക്ഷെ അവിടെ ഒന്ന് അരികിൽ വന്നിരിക്കും. എങ്ങനെയെങ്കിലും അകത്തേക്ക് കയറാൻ വേണ്ടി പട്ടിയും പൂച്ചയും ഏതെങ്കിലും വാതിൽ തുറന്ന് ഉടനെ ചാടി അകത്തേക്ക് കയറി. കണ്ടാ, പാപം പടിവാതിക്കൽ കാവലിരിപ്പുണ്ട്. ചെകുത്താൻ നമ്മുടെ അടുത്ത് നേരിട്ട് വരില്ല. ചെകുത്താൻ വന്നാൽ നമ്മ ഓടിക്കളയില്ലേ? അപ്പൊ ചെകുത്താൻ ഇരയിടും. നമ്മൾ ചൂണ്ടയിടുന്ന കണ്ടിട്ടില്ലേ? ഈ പാലത്തിലൊക്കെ ഇരുന്ന്, ഒത്തിരി പാലത്തിരുന്ന് ഈ ചെറുപ്പക്കാരി പിള്ളേര് ചൂണ്ടയിടണം. നല്ല വലിയ മീന് കിട്ടും. മീനിനറിയാം മനുഷ്യൻ ഏറ്റവും വലിയ ശത്രുവാണ് മീനിന്റെ എന്ന്. മീനിനെ കെട്ടിയാൽ നമ്മ വെട്ടിപ്പൊരിച്ച് കഴിക്കും. അതുകൊണ്ട് മീന് നേരെ വരാൻ പറഞ്ഞാൽ വരില്ല. അപ്പൊ നമ്മ എന്ത് ചെയ്യും? ചൂണ്ടയിടും. എങ്ങനെ? കൊളുത്തിൽ ഇരകോർക്കും. ചെകുത്താൻ ഇങ്ങനെ നമ്മ പിടിക്കണേ. ചെകുത്താൻ നേരിട്ട് വന്നാൽ നമ്മ പിടുത്തം കൊടുക്കില്ല. ചെകുത്താൻ ഇരകോർക്കും. ഇരകോർത്തു നമ്മളെ പ്രേരിപ്പിക്കും കൊത്താൻ. വലിച്ചെടുക്കുമൻ. ഏറ്റവും വലിയ ഇര എന്താന്ന് ഞാൻ പറഞ്ഞു തരട്ടെ മക്കളെ? മൊബൈൽ ഫോൺ. ഒന്നും വേണ്ട. നമ്മുടെ എത്ര കുട്ടികളുടെ ജീവിതം നശിച്ചു, എന്നിട്ടും അനുസരിക്കില്ല. പുറത്തേക്ക് കുട്ടികൾ ഇറങ്ങിയ എന്തൊരു ബിസിയാണ്, എന്തൊരു ബിസി. ഇവരുടെ ചിന്ത ഈ ലോകം ഭരിക്കുന്ന ഇവരാണെന്ന്. ഇതുകൊണ്ട് നശിച്ച എത്ര വിദ്യാർത്ഥിനികൾ, ജീവിതം പൊലിച്ച എത്ര മക്കൾ, എത്ര ദാമ്പത്തിക ജീവിതങ്ങൾ തകർന്നു. മക്കളുടെ ധാർമ്മികത അവസാനിച്ചു. ഒരൊറ്റ മൊബൈൽ എന്ന ശാപം, അല്ലെ? ഇതുപോലെ ഉപകാരമുള്ള ഒരു വസ്തു ഈ ലോകത്തില്ല. പക്ഷേ ചെകുത്താൻ അതിന് ഏറ്റവും വലിയ ശത്രുവാക്കി മാറ്റി. നമ്മളുടെ
ഇതുപോലെ എത്ര ഇരകളാണ് ചെകുത്താൻ ഇട്ടു തരുന്നത്, കൊത്താൻ, കൊത്തി വലിക്കാൻ, നമ്മളെ നശിപ്പിക്കാൻ. ഇതാണ് പാപം പടിവാതിക്കൽ കാവലിരിപ്പുണ്ട്. ഇനി വേറൊരു വാതിലൂടിയുണ്ട്, അത് ഈശോ തമ്പുരാന്റെ വാതിലാണ്. വെളിപാട് 3:20 ഓരോ മനുഷ്യന്റെ ഹൃദയകവാടത്തിൽ വന്ന് ഞാൻ മുട്ടുന്നു, ആരെങ്കിലും തുറന്നു തന്നാൽ അവന്റെ ഉള്ളിൽ കയറി ഭക്ഷിച്ച് ഞാൻ അവനിൽ വസിക്കും. ഏത് വാതിലാണ് നമ്മൾ തുറക്കേണ്ടത്? ഒരു വശത്ത് സാത്താന്റെ വാതിൽ, മറുവശത്ത് ദൈവം തമ്പുരാന്റെ വാതിൽ. ഓരോ മനുഷ്യന്റെ ഹൃദയകവാടത്തിൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലും ഹൃദയം തുറന്നു തന്നാൽ ഞാൻ അകത്ത് കയറി ഭക്ഷിക്കുന്നത് ഒരു വിരുന്നാണ്. ധൂർത്തുപുത്രം വന്നപ്പോൾ ഭക്ഷണം, സക്കേവുസവിന്റെ വീട്ടിൽ ഭക്ഷണം, പത്രോസിന്റെ വീട്ടിൽ ഭക്ഷണം, അതുപോലെ തന്നെ മത്തായിയുടെ വീട്ടിൽ ഭക്ഷണം. ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഒരുമിക്കല, അഗാപ്പേ. ദൈവവും മനുഷ്യൻ തമ്മിൽ ഒരുമിക്കുന്നു. അതാണ് ധൂർത്തുപുത്രം വന്നപ്പോൾ ഭക്ഷണം ഒരുക്കിയത്. ഇവിടെയും യേശുക്രിസ്തു നമ്മൾക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കി കഴിക്കാൻ തയ്യാറാണ്. വാതിൽ തുറന്നു കൊടുത്താൽ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഏത് വാതിലാണ് നമ്മൾ തുറക്കേണ്ടത്? ചെകുത്താന്റെ വാതിലോ ദൈവത്തിന്റെ വാതിലോ? ദൈവത്തെ വേണോ ചെകുത്താനെ വേണോ? പലരെ പരീക്ഷയൊക്കെ എടുത്ത് കേട്ടാ ഗൾഫൊക്കെ തീർന്നു. ഗൾഫ് 40 ലക്ഷം മലയാളികളുണ്ട് ഗൾഫിൽ. കേട്ടാ അറിയാമോ നിങ്ങൾ? ലോകത്തിലെ ഏറ്റവും വലിയ ഇടവക ഏതാണെന്നറിയാമോ? ദുബായ് ആണ്. അറിയാമോ? സെന്റ് മേരീസ്. ചോദിച്ചു നോക്ക്, ദുബായ്ക്കാരുണ്ടെങ്കിൽ 3.5 ലക്ഷം ഇടവക്കാരാ ഉള്ളത്. അറിയാമോ? ഈ കേരളത്തിൽ ഒഴുകുന്ന 80% പണവും ഗൾഫ് പണമാണ്. അറിയാമോ? ഗൾഫ് നിശ്ചലമായ കേരളം സീറോ. മക്കൾ പഠിക്കണില്ല. 17 ലക്ഷം എഞ്ചിനീയറിംഗ് സീറ്റ് ഉണ്ട് കേരളത്തിൽ. ഇന്ത്യയിൽ 17 ലക്ഷം. ഒരു വർഷം ബിടെക് കോഴ്സ് കഴിഞ്ഞിറങ്ങുന്നത് 17 ലക്ഷം പേരാണ്. പക്ഷെ 17 ലക്ഷത്തിൽ 30% പോലും പാസ്സായില്ല. ആമ്പിള്ളേരുടെ പെമ്പിള്ളേക്ക് മോനെന്താ പഠിച്ചത്? ബിടെക്. മോളാ ബിടെക്. തോറ്റു തുന്നമ്പാടി 35-40 പേപ്പറും തോറ്റു കിടക്കണേ. ബിടെക്. എവിടെ ബിടെക്? ഗവൺമെന്റിൽ നിന്ന് മനസ്സിലാക്കി അവസാനം ഗവൺമെന്റ് തീരുമാനിച്ചു 6 ലക്ഷം സീറ്റ് കുറക്കാൻ. 6 ലക്ഷം സീറ്റ് ഈ വർഷം കട്ട് ചെയ്തിരിക്കാൻ ഗവൺമെന്റ്. കാരണം കുട്ടികൾ പഠിക്കുന്നില്ല. കുട്ടികൾക്ക് നമ്മുടെ ഈ എന്തിനു പറയുന്ന നമ്മുടെ തൊട്ടടുക്കുന്ന മഹാരാജാസ് കോളേജിൽ പോലും വട്ടപൂജ്യമായി കൊണ്ടിരിക്കുന്ന നിലവാരമായി വിദ്യാഭ്യാസം. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം മക്കളെ, വേലയും കൂലിയില്ലാത്ത നാട് കടന്നു വരികയും. ഇതൊക്കെ നിങ്ങൾ തിരിച്ചറിയണം. ദൈവ കവാടം തുറന്ന് കാത്തിരിക്കാൻ, പശ്ചാത്തപിച്ച് ദൈവത്തിലേക്ക് ചെല്ലാൻ. ഇനി ഒരു കാര്യം കൂടി യുവതി യുവാക്കൾ കേട്ടോ, നമ്മുടെ വിദ്യാഭ്യാസം ഒന്നുമല്ല ഇന്റർനാഷണൽ ലെവലിൽ. ലോകത്ത് പേരുകെട്ട 100 യൂണിവേഴ്സിറ്റി ഉണ്ട്, അതിലൊറ്റെണ്ണം ഇന്ത്യയിലില്ല. എന്താണ്? ലോകത്ത് പേരുകെട്ട 100 യൂണിവേഴ്സിറ്റിയിൽ ഒറ്റെണ്ണം ഇന്ത്യയിലില്ല. അറിയാമോ? ഇനി കേരളത്തിൽ ഇന്ത്യയിൽ പേരുകെട്ട 10 യൂണിവേഴ്സിറ്റി ഉണ്ട്, അതിലൊറ്റെണ്ണം കേരളത്തിലില്ല. അപ്പൊ നമ്മുടെ നിലവാരം മനസ്സിലായില്ലേ? വെറും MBA BBA ഒക്കെ പാസ്സായി ചെന്നിട്ടൊരു കാര്യമില്ല. നമ്മൾ പഠിക്കുക, വളരുക, സാത്താന്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടുക. നമുക്കെല്ലാവർക്കും മുട്ടുമേ നിൽക്കാം, ലക്ഷ്യബോധമുണ്ടാകാൻ. ആ വാതിൽ ദൈവം തുറന്നു തന്ന് നമ്മൾ അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളാണ്. ഒരുമിച്ച് ഗായക സംഘത്തോടൊപ്പം കരങ്ങൾ കൂപ്പി എല്ലാവരും യേശുവിലേക്ക് നോക്കിക്കേ. പശ്ചാത്താപത്തിന്റെ ഗാനം പാടി ഈ നിമിഷങ്ങളുടെ ഈ പ്രാർത്ഥനയുടെ അവസാന നിമിഷങ്ങളിലേക്ക് നമുക്ക് വരാം. ഒരുമിച്ച് പാടാം. ആ കരതാരിൽ മുഖമൊന്നമർത്തി, ആ കരതാരിൽ മുഖമൊന്നമർത്തി, ഒന്നു കരയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ തിരുഹൃദയ കാരുണ്യത്തണലിൽ ഒന്നു മയങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ആലുവരുനാഥ കരുണാമയ കനിയേണമേ സ്നേഹനാഥ, കാൽവരിനാഥ കരുണാമയ കനിയേണമേ സ്നേഹനാഥ, ഈ ജീവിത കുരിശിന്റെ ഭാരം ഒന്നു താങ്ങാഴിഞ്ഞിരുന്നെങ്കിൽ, ഈ ജീവിത കുരിശിന്റെ ഭാരം ഒന്നു താങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഈ ഒന്നു മറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. കാൽവരിനാഥ കരുണാമയ
നോക്കി ഒന്നനുദമിക്കാൻ കഴിഞ്ഞെങ്കിൽ ആ ക്രൂശിത രൂപത്തിൽ നോക്കി ഒന്നനുദമിക്കാൻ കഴിഞ്ഞെങ്കിൽ ആ വചനങ്ങൾ അനുസരിച്ചെന്നും ഒന്നു ജീവിക്കാൻ കഴിഞ്ഞിരുന്നു. ഹല്ലേലൂയ 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 ആരാധന 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 യേശുവേ 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 ആരാധന യേശുവേ ഹല്ലേലൂയ 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 പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ അന്തോണീസിന്റെ ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ അന്തോണീസിന്റെ സ്വർഗീയ മാധ്യസ്ഥ്യം വഴി എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഏവർക്കും പ്രാർത്ഥനാപൂർവം നേരുകയും ചെയ്യുന്നു. ദയവായി ശ്രദ്ധിക്കുക, നിങ്ങളുടെ വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണങ്ങളും മൊബൈൽ ഫോണുകളും ഹാൻഡ് ബാഗുകളും പേഴ്സുകളും പ്രത്യേകം സൂക്ഷിക്കുക. തിരുവഴിപാട് നടത്തുന്ന വിശുദ്ധന്റെ കപ്പേളയുടെ മുൻവശത്തും പരിസരങ്ങളിലും പൂമാല ചാർത്തുന്ന നിരകളിലും അടിമസമർപ്പണം നടത്തുന്ന ഹാളിലും
പ്രത്യേക ജാഗ്രത പുലർത്തുക. നഷ്ടപ്പെടാൻ ഇടവരരുത്. ദയവായി എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാൾ ഫെബ്രുവരി മാസം 26, 27, 28 തീയതികളിൽ സാഘോഷം കൊണ്ടാടുന്നു. തിരുനാളിനൊരുക്കമായ അനുഗ്രഹ നവനാൾ നൊവേന ഫെബ്രുവരി 17 ആരംഭിച്ച് 25 സമാപിക്കുന്നു. തിരുനാൾ ആഘോഷങ്ങളിലേക്കും അനുഗ്രഹ നവനാൾ നൊവേന ദിനങ്ങളിലേക്കും എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.